അസ്സലാമലൈക്കും. ഞാൻ ഇന്നുണ്ടാക്കുന്ന ബ്ലോഗ് ചെമ്മീൻ പൊരിച്ചിട്ട് മുളയിലിട്ടത്. അതിനായി കുറച്ച് ചെമ്മീൻ എടുക്കണം. കുറച്ച് ചെമ്മീൻ എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകിയിട്ട് എടുക്കണം. അതിന് പിന്നെ ലേശം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം നല്ലോണം കഴുകിയിട്ട് തിരുമ്പിയിട്ട് വെക്കണം. അതിന് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിന്നെ ഒരു ഫ്രൈ പാലെടുത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പൊരിക്കാൻ വെക്കണം. ചെറിയ തീയിൽ പൊരിക്കാൻ വെച്ചാൽ നല്ല ഉള്ളി മൊരിഞ്ഞായി കിട്ടും. അതിനായുള്ള ആവശ്യത്തിലുള്ള സാധനങ്ങൾ 2 സവാള, 1.5 മുറി തക്കാളി, 2-3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നെല്ലിക്കാകൃതിയുള്ള പുളി, പാകത്തിന് ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇവയാണ് വേണ്ടത്. പിന്നെ മൺചട്ടി, ഗ്യാസിൽ മൺചട്ടി ഓണാക്കുക. ചട്ടി കാഞ്ഞി പിന്നെ എന്താക്കുന്ന വെച്ചാൽ കായുന്ന സമയത്ത് പൊരിച്ചത് ഇപ്പുറത്ത് നോക്കാം. അത് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ച് നോക്കിയിട്ട് മറിച്ചിട്ടോണ്ട് നിൽക്കണം. നമ്മൾ ബിരിയാണിക്കെല്ലാം പൊരിക്കുന്നില്ലേ, അതുപോലെ തന്നെ പൊരിച്ച് മറിച്ച് ഇടണം. അതിന് പിന്നെ എന്താക്കുന്ന വെച്ചാൽ സ്പീഡ് നല്ലോണം കുറച്ചിട്ട് ഇട്ടാൽ മതി. എന്നാൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. മുരിഞ്ഞ് കിട്ടി പിന്നെ എന്താക്കുന്ന വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കുറേ 5-6 പ്രാവശ്യം ആക്കുമ്പോൾ നല്ല വെള്ളി പൊരിഞ്ഞ് കിട്ടും. അതിന് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ കായുമ്പം 2 സവാള അരിഞ്ഞത് ഇടണം. അത് നല്ലോണം വഴറ്റിക്കൊടുക്കണം. വഴറ്റി ഇതാക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ വരും. ബ്രൗൺ കളർ വരുന്നവരെ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. സ്പീഡ് കുറച്ചുകൊണ്ട് നിന്നാൽ മതി. ഉപ്പ് ലാസ്റ്റേ ഇടാൻ പാടില്ല, ഉപ്പിട്ടിടാം. അത് ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പം ബ്രൗൺ കളർ തന്നെ വ്യത്യാസം വന്നില്ലേ. അതിനെ പിന്നെ അതിലെന്താക്കുന്ന വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ആ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അതിന് പിന്നെ എന്താക്കുന്ന വെച്ചാൽ മാറി പിന്നെ ഇളക്കിക്കൊണ്ട് വന്നിട്ട് അതിൽ തക്കാളി അരിഞ്ഞത് വെച്ചിട്ടില്ലേ അത് ഇടണം. ആ തക്കാളി ചെറുങ്ങനെ അരിഞ്ഞിട്ടേ ഇട്ടിടും. തക്കാളി അല്ലെങ്കിൽ ഉടയൂല. ആ തക്കാളി ഇടാം. തക്കാളി ഇട്ട് നല്ലോണം മസാലയായി പിന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കാം. ഇളക്കിക്കൊണ്ട് നിന്നിട്ട് അതൊരു ജോയിൻ്റ് ആയി നോക്കുമ്പം ആ പച്ചമുളക് അരിഞ്ഞത് അതിലിടണം. പച്ചമുളക് ഇട്ടി പിന്നെ ഒരു കഷ്ണം ആ പുളിയില്ല അത് ഇട്ട് നല്ലോണം ഇളക്കിക്കൊണ്ട് നിൽക്കാം. പുളി ആവശ്യത്തിന് നിങ്ങൾ ഇട്ടോടെ, നമുക്ക് ലേശേ പുളി വേണ്ടും, അതുകൊണ്ട് ഞാൻ ലേശേ ഇട്ടുള്ളൂ. അതിന് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇവയും ഇട്ട് നല്ലോണം തിരുമ്മിക്കൊണ്ട് നിൽക്കുക. കയ്യിലിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡ് കുറച്ച് ഇതാക്കിക്കൊണ്ട് നിൽക്കുക. അതിനിടയ്ക്ക് എന്താക്കുന്ന വെച്ചാൽ പൊരിച്ചതൊന്നും നോക്കണേ. അത് ആയി പിന്നെ ലേശം ഒരു കപ്പ് വെള്ളം എടുക്കുക. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഈ പൊടിൻ്റെ എല്ലാം പച്ച നിറം മണം പോകുന്നവരെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. സ്പീഡ് കുറച്ചിട്ട് എല്ലാം കത്തിപ്പോകും. മൺചട്ടി ആകുമ്പോൾ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ എന്താക്കുന്ന വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടണം. ഒരു കപ്പിൽ വെള്ളം എടുക്കാം. വെള്ളം എടുക്കാനേ വെച്ചോ, ഇല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഉള്ളി കരിഞ്ഞു പോകും. മുളക് പൊടിയെല്ലാം കൂടിയിട്ട് അതിൽ വെള്ളം കൂട്ടുക. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂട്ടിയിട്ട് അത് ഒരിക്കൽ ഇളക്കിയിട്ട് പൊത്തിയിട്ട് വെക്കാം. തള വരുന്ന സമയത്ത് നല്ല തള വരും. അതിന് പിന്നെ എന്താക്കുന്ന വെച്ചാൽ ആ തിളക്കുന്ന പൊത്തി വെക്കണം. പൊത്തി വെച്ച പെട്ടെന്ന് തള വരും. തിളച്ച് പിന്നെ എന്താക്കുന്ന വെച്ചാൽ അതിൽ ഈ ചെമ്മീനെല്ലാം പറക്കിയിട്ട് അതിലിടണം. തിളച്ച ചെമ്മീനെല്ലാം പറക്കിയിട്ടിടണം. അപ്പം ചെമ്മീൻ റെഡി. കരിയാമ്പിലുണ്ടെങ്കിൽ കരിയാമ്പിലിടണം. പക്ഷേ എനിക്ക് കരിയാമ്പിൽ കിട്ടൽ കുറവാണ്. ഇവിടെ കടയിൽ കൊടുക്കാറില്ല, അടുക്ക വീട്ടിലുണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കരിയാമ്പ് എടുത്തില്ല. അപ്പോൾ കരിയാമ്പും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അടിക്കണം, ഷെയർ ചെയ്യണം. എന്നാലേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ അസ്സലാമു അലൈക്കും.